ഓണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും അല്ലേ? എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ള അതുപോലെ ചോദിക്കാറുള്ള പല കാര്യങ്ങളും നമ്മളെ കുറിച്ച് തന്നെയായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതൊരു ചോദ്യമാണ്, എന്നെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അല്ലേ? അതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അതൊരു ചോദ്യമാണ്, എന്നെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അല്ലേ? അതുപോലെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അവിടെയെല്ലാം എന്നെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം, ഈ ചോദ്യം എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. ആം ഐ വെച്ചാണോ, അതോ ഡു ഐ ആണോ, ഡിഡ് ഐ ആണോ, വാസ് ഐ ആണോ, അതോ ഹാവ് ഐ ആണോ ആ ചോദ്യത്തിന് ആദ്യം വരേണ്ടത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്നത് അതാണ്. അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഹോംവർക്ക് ഞാനിവിടെ കാണിക്കുകയാണ്. ഒന്നും അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആൻസേഴ്സ് കണ്ടല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആളുകളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ വരാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അങ്ങനെ അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നതെന്ന് അറിയാമോ? ആം ഐ റൈറ്റ് എന്നാ ചോദിക്കുക. അതെങ്ങനെയാണ് ആ ചോദ്യം വന്നതെന്ന് മനസ്സിലായോ? ഞാൻ പറയുന്നത് ശരിയാണ് എന്നൊരു സെന്റൻസ് ആയിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഐ എം റൈറ്റ് എന്ന് പറയും. ഐ എം റൈറ്റ്. അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഐ എം എന്നുള്ളത് മാറി ആം ഐ എന്ന് പറഞ്ഞ് തുടങ്ങും. ആം ഐ റൈറ്റ് എന്ന് വന്നത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നാണല്ലോ. അപ്പൊ അവിടെ ആം ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? അതിന്റെ അർത്ഥം ഞാൻ ശരിയാണോ എന്നായി പോവില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇംഗ്ലീഷില് ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ ആം ഐ റൈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇങ്ങനെ തന്നെ പറയണം എന്നാണെങ്കിൽ ഇസ് വാട്ട് ഐ എം സേയിങ് റൈറ്റ് എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? അവിടെ ഇങ്ങനെ ചോദ്യം വന്നതെന്ന് കണ്ടോ? ഇസ് വെച്ചാണ് തുടങ്ങിയത്. കാരണം അവിടെ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഞാൻ പറയുന്നത് എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നത്, വാട്ട് ഐ എം സേയിങ്. അതുകൊണ്ടാണ് ഇസ് വെച്ച് ചോദ്യം തുടങ്ങിയത്. അവിടെ ആം അല്ല. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ആണ്, ഐ ആണ് സബ്ജക്റ്റ് വന്നത്. അപ്പൊ ആം ഐ റൈറ്റ്. ഇവിടെ വാട്ട് ഐ എം സേയിങ് ആണ് സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഇസ് വാട്ട് ഐ എം സേയിങ് റൈറ്റ് എന്ന് ചോദ്യം വന്നത്. പക്ഷെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആം ഐ റൈറ്റ് എന്ന് ചോദിച്ചാൽ ഇതേ അർത്ഥം തന്നെ കിട്ടും. അപ്പോൾ ഇനി നോക്കേണ്ടത് ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ വരും? ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് അറിയാമോ? നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഈ ആം ഐ റൈറ്റ് എന്നുള്ളത് നെഗറ്റീവ് ആക്കിയാൽ മതിയല്ലോ, അപ്പോൾ ആമിൻഡ് എന്ന് വന്നാൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ സാധാരണ നമ്മൾ ഇംഗ്ലീഷില് ആമിൻഡ് എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അവിടെ നമ്മൾ പറയുക ആറിൻഡ് എന്നായിരിക്കും. അപ്പോൾ ആൻഡ് ഐ റൈറ്റ് എന്നാണ് ചോദ്യം വരിക. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ അവിടെ ഒരു പൊരുത്തക്കേട് നമുക്ക് തോന്നും. കാരണം ഐ ആണ് സബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെ ആൻഡ് എന്ന് വരും നിങ്ങൾ ചിന്തിച്ചേക്കാം. ആർ ഐയുടെ കൂടെ വരില്ല അല്ലെ, ആം ആണ് വരേണ്ടത്. പക്ഷെ ഗ്രമാറ്റിക്കലി നോക്കുമ്പോൾ ആമിൻഡ് എന്ന് പറയുന്നത് ശരിയാണെങ്കിലും സാധാരണ സംസാരിക്കുമ്പോൾ ഇപ്പൊ അതാരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ഐറിഷ് അതുപോലെ സ്കോട്ടിഷ് ഡയലക്ട്സിൽ ചിലപ്പോൾ നമ്മൾ ഇതിനെ കേട്ടേക്കാം ആമിൻഡ് എന്നുള്ളത്. അല്ലാതെ ആമിൻഡ് എന്നുള്ളത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ അവിടെ ആൻഡ് എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഐ റൈറ്റ് എന്ന് ചോദിച്ചാൽ മതി. ഇതേപോലെ നമ്മൾ ഇതേ അർത്ഥം കിട്ടാൻ എയിൻറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. എയിൻറ്റ് ഐ റൈറ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഇനി ഞാൻ ലേറ്റ് ആണോ, അതായത് ഞാൻ ഇപ്പോ വൈകിയാണോ വന്നിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞാൻ ലേറ്റ് ആണോ, അവിടെ എങ്ങനെ ചോദിക്കും? ആം ഐ ലേറ്റ് എന്ന് ചോദിച്ചാൽ മതി. ആം ഐ ലേറ്റ്. ഇനി ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമില്ലേ, ഞാൻ കൊച്ചുകുട്ടിയാണോ എന്നുള്ളതിന് ആം ഐ എ കിഡ് എന്ന് ചോദിക്കും. ആം ഐ എ കിഡ്. കിഡ് എന്ന് വെച്ചാൽ അവിടെ കൊച്ചുകുട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ നമ്മൾ ഞാൻ ഒരു കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ആം ഐ കിഡ് എന്ന് ചോദിച്ചാൽ പോരാ, ആം ഐ എ കിഡ് എന്ന് ചോദിക്കണം. വരണം കേട്ടോ. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കും, ഞാൻ എന്താ ഒരു കൊച്ചുകുട്ടിയോ വല്ലതോ ആണോ, കൊച്ചുകുട്ടിയോ മറ്റോ ആണോ എന്ന് ചോദിക്കില്ലേ? ആ അർത്ഥം കിട്ടാൻ am I a kid or what എന്ന് ചോദിക്കും. am I a kid or what, അതായത് കൊച്ചുകുട്ടി വല്ലതോ ആണോ ഞാൻ, ആ അർത്ഥത്തിലാണ് അങ്ങനെ വരുന്നത്. വളരെ കാഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, ഞാനൊരു ശല്യമാണോ, അവിടെ എന്താ ചോദിക്കുക? ഈ ശല്യം ആർക്കെങ്കിലും ഒരു അലോസരം ഉണ്ടാക്കുന്ന ശല്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളതിന് നമുക്ക് ന്യൂസൻസ് എന്ന് പറയാം. ന്യൂസൻസ്. അപ്പൊ അവിടെ എന്താ പറയാ? am I a nuisance? am I a nuisance?
അവിടെയും ആം ഐ കഴിഞ്ഞിട്ട് വന്നു. അതായത് അവിടെ ശല്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതേപോലെ വേറൊരു ചോദ്യം, ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണോ? ചിലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോകാറുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചോദിക്കും? Am I a burden to you? Am I a burden to you? ഭാരം, ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഭാരം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബേർഡൻ എന്ന് പറയും. Am I a burden to you? നിനക്ക് എന്നുള്ള അർത്ഥത്തിലാണ് to you വന്നത്. പക്ഷെ am I വെച്ചുള്ള ചോദ്യങ്ങള് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഞാനിത് ശരിയായിട്ടാണോ ചെയ്യുന്നത്? അതായത് ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് ശരിയായിട്ടാണോ എന്ന്. അപ്പൊ എന്ത് ചോദിക്കും? am I doing it correctly? am I doing it correctly? am I കഴിഞ്ഞിട്ട് doing, അതായത് ഞാനിത് ശരിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? I am doing it correctly എന്ന് പറയും അല്ലേ? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പോൾ I am എന്നുള്ളത് തിരിച്ച് am I എന്ന് പറഞ്ഞ് തുടങ്ങി. am I doing it correctly? ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയാണോ? അവിടെ നമ്മൾ ഈ കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ എന്ത് ചോദിക്കും? am I disturbing you? ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയാണോ? ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യുമ്പോൾ അതൊരു ശല്യമായിട്ട് തീരുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചേ. അപ്പോൾ am I disturbing you? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനഫ് വെച്ചുള്ള ഒരുപാട് സെന്റൻസസ് കണ്ടില്ലേ? അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ജോലിക്ക് ഞാൻ പറ്റിയ ആളാണോ? ഞാനിത് ചെയ്യാൻ വേണ്ടി നല്ലതാ ഓക്കെ ആണോ ഞാൻ എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് എന്ത് ചോദിക്കാം? am I good enough for this job? am I good enough? അതിന് വേണ്ടിനും നല്ലതാണോ എന്ന്, അത്രയും പറ്റിയ ആളാണോ? am I good enough for this job? ഇനി ഈ am I വെച്ച് തന്നെ തുടങ്ങുന്ന ചോദ്യങ്ങള് വേറൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വേറൊരു പാറ്റേൺ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കണം എന്നിരിക്കട്ടെ, എനിക്ക് ഇവിടെ ഇരിക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ അയാളോട് പെർമിഷൻ ചോദിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മേ ഐ സിറ്റ് ഹിയർ എന്ന് അയാളോട് ചോദിക്കാമായിരുന്നു, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ അനുവാദമുണ്ടോ എന്നല്ല, അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ച് ഞാൻ ഇവിടെ ഇരിക്കാമോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുക am I allowed to sit here? am I allowed to sit here എന്നാണ്. അതാണ് മേ ഐ സിറ്റ് ഹിയറും am I allowed to sit here തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പലപ്പോഴും ഈ ഒരു പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ വേറെ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ പണം അടയ്ക്കേണ്ടി വരുമല്ലോ, ഇതിന്റെ ബില്ല് അടയ്ക്കണ്ടേ നമ്മൾ. അപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, ഞാൻ ഈ പണം ഇപ്പൊ തന്നെ അടയ്ക്കണം എന്നുണ്ടോ എന്ന്. അതായത് ഈ സർവീസ് ചെയ്ത് കിട്ടുന്നതിന് മുൻപ് തന്നെ പണം അടയ്ക്കണം എന്നുണ്ടോ, അതോ അത് കഴിഞ്ഞിട്ട് മതിയോ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ അയാളോട് ഞാനിതിങ്ങനെ ചെയ്യണോ എന്ന് വെറുതെ ചോദിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷുഡ് വെച്ച് ചോദ്യം ചോദിച്ചാൽ മതി, ഷുഡ് ഐ പേ ദ ബിൽ നൗ എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അതല്ല, അവിടുത്തെ ആ ഒരു രീതി അതാണോ അവര് നമ്മളിൽ നിന്ന് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ ചോദിക്കാം, am I supposed to pay now? am I supposed to pay now? മനസ്സിലായോ? സപ്പോസ്ഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതാണോ അവര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നൊരർത്ഥത്തിലാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ മുൻപ് നമ്മൾ am I allowed എന്ന് ചോദിച്ചില്ലേ, അതേപോലെ am I supposed എന്ന് ഇവിടെ ചോദിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കും, ഞാൻ എങ്ങനെ അറിയാനാണ് എന്ന്. അപ്പൊ എന്തെങ്കിലും കൊണ്ട് ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്, ആകെ അനോയ്ഡ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഞാനത് എങ്ങനെ അറിയാനാണ് എന്ന്. അല്ലാതെ ശരിക്ക് ഞാനിത് എങ്ങനെയാണ് അറിയുന്നത് ആ അർത്ഥത്തിൽ ചോദിക്കുന്നതല്ല, അവിടെ ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ ചോദിക്കാന്നറിയാമോ? ഹൗ ആം ഐ സപ്പോസ്ഡ് ടു നോ? ഹൗ ആം ഐ സപ്പോസ്ഡ് ടു നോ? ഹൗ ആം ഐ, എങ്ങനെ അറിയാനാണ്. അപ്പൊ എങ്ങനെയെന്നുള്ളതിനാണ് നമ്മൾ ഹൗ വെച്ച് തുടങ്ങിയത്. ഹൗ ആം ഐ സപ്പോസ്ഡ് ടു നോ എന്ന് ചോദിക്കും. അതേപോലെയാണ് ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെ നമ്മൾ ആ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു ഡു എന്ന് ചോദിക്കും. വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു ഡു, അവിടെയും ആ ഒരു ഇറിറ്റേഷൻ, നമ്മൾ ഭയങ്കര അനോയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു ഡു, ഞാൻ എന്ത് ചെയ്യാനാണ്. നമ്മളിപ്പോ am I allowed to, അതുപോലെ am I supposed to ഒക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ നമ്മൾ am I expected to എന്നും പറഞ്ഞ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കണം, ഞാൻ എപ്പോഴാണ് അവിടെ എത്തേണ്ടത്? അപ്പോ ഒരാളോട് നമ്മൾ വളരെ സാധാരണ രീതിയിൽ ന്യൂട്രൽ ആയിട്ടൊരു ചോദ്യം, ഒരു അഡ്വൈസ് പോലെ ചോദിക്കുകയാണെങ്കിൽ വെൻ ഷുഡ് ഐ ഗെറ്റ് ദെയർ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇവിടെ അതല്ല, എപ്പോ എത്തണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ വെൻ ആം ഐ എക്സ്പെക്റ്റഡ് ടു ബി ദെയർ എന്ന് ചോദിക്കാം. വെൻ ആം ഐ എക്സ്പെക്റ്റഡ് ടു ബി ദെയർ. അതുപോലെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കില്ലേ,
ഞാൻ ആരാണ് വിധിക്കാൻ? അതായത് എല്ലാവരും ഒക്കെ തെറ്റുകളൊക്കെ ചെയ്യുന്നവരല്ലേ, ഞാൻ ആര് വിധിക്കാൻ, അങ്ങനെ ചോദിക്കുമല്ലോ. അത് ഇംഗ്ലീഷിൽ ചോദിക്കുക ഹൂ ആം ഐ ടു ജഡ്ജ് എന്നാണ്. ഹൂ ആം ഐ ടു ജഡ്ജ്. ആ ജഡ്ജ് എന്ന് പറയുന്ന വാക്കിൽ ഒരു ഡി ഉണ്ട്, പക്ഷെ അത് ടോട്ടലി സൈലന്റ് ആണ് കേട്ടോ. അപ്പൊ ജഡ്ജ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹൂ ആം ഐ ടു ജഡ്ജ്. പിന്നെ മുൻപ് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഞാൻ ലേറ്റ് ആണോ, എങ്ങനെയാ ചോദിച്ചേ? ആം ഐ ലേറ്റ്. ഇനി അത് ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കണമെങ്കിലോ, പാസ്റ്റ് ടെൻസ് വന്നു. അപ്പൊ ഇന്നലത്തെ കാര്യം നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ലേറ്റ് ആയോ. അവിടെ എന്താ ചോദിക്കുക? വാസ് ഐ ലേറ്റ്, വാസ് ഐ ലേറ്റ്. അപ്പൊ ഇപ്പോഴത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഐയുടെ കൂടെ നമ്മൾ ആം ആണ് ചേർക്കുക അല്ലെ. ലേറ്റ് ആണോ എന്ന് ചോദിക്കാൻ ആം ഐ ലേറ്റ്. പക്ഷെ കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ച് ലേറ്റ് ആയോ, ഞാൻ വൈകിയോ എന്ന് ചോദിക്കണമെങ്കിൽ വാസ് വരും. അപ്പൊ ഐ വരുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള പാസ്റ്റ് ടെൻസ് വരുമ്പോൾ വാസ് ആണ് നമ്മൾ ചേർക്കുക. വാസ് ഐ ലേറ്റ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരാറില്ലേ, ഞാൻ നിങ്ങളുടെ സീറ്റിലാണോ ഇരിക്കുന്നത്. അതായത് അറിയാതെ നമ്മൾ വേറൊരാളുടെ സീറ്റിൽ കയറി ഇരുന്ന് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും അല്ലെ. അവിടെ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക? am I sitting in your seat? am I sitting in your seat? അപ്പൊ അവിടെ ഇപ്പൊ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് am I sitting എന്ന് പറഞ്ഞ് ചോദിച്ചു. പിന്നെ ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് in your seat ആണോ on your seat ആണോ എന്നായിരിക്കും. രണ്ടും ഓക്കെയാണ്. അത് ആ ഇരിക്കുന്ന സീറ്റിനെ, ആ ഒരു ചെയറിനെ അനുസരിച്ചിരിക്കും. ഡീപ്പായിട്ടുള്ള തരം ഒരു സീറ്റ് ആണെങ്കിൽ, അതായത് ചുറ്റും എൻക്ലോസ്ഡ് ആയിട്ടുള്ള നല്ല താഴ്ന്നിരിക്കുന്ന തരം ഒരു സീറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻ യോർ സീറ്റ് എന്ന് പറയാം. നേരെ മറിച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ചെയർ ആണെങ്കിൽ നമുക്ക് ഓൺ എന്നും പറയാം. അത് ക്ലിയർ ആയല്ലോ. ഇനി എന്റെ ചോദ്യം അതല്ല, ഇത് പാസ്റ്റ് ടെൻസിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? അതായത് ഞാൻ നിങ്ങളുടെ സീറ്റിലാണോ ഇരുന്നിരുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ വാസ് വെച്ച് തുടങ്ങണം. വാസ് ഐ സിറ്റിംഗ് ഇൻ യോർ സീറ്റ് അല്ലെങ്കിൽ വാസ് ഐ സിറ്റിംഗ് ഓൺ യോർ സീറ്റ് എന്ന് ചോദിക്കും. അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആം ഐ സിറ്റിംഗ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഐ സിറ്റിംഗ്. ഇനി നമ്മളൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിച്ചേക്കാം എന്റെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന്. അതെങ്ങനെ ചോദിക്കും നമ്മൾ? ഇസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ് എന്ന് ചോദിക്കാം. എന്റെ പേര് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഇസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ്. അവിടെ സബ്ജക്റ്റ് എന്റെ പേര്, മൈ നെയിം ആണ്, അതുകൊണ്ട് ഇസ് വെച്ച് തുടങ്ങി. പക്ഷേ സാധാരണ നമ്മൾ ഇങ്ങനെ ഇസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ് എന്ന് ചോദിക്കണം എന്നില്ല. am I ഓൺ ദ ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി. എന്റെ പേര് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഞാനുണ്ടോ എന്നാണല്ലോ. അപ്പൊ ഐ വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ am I ഓൺ ദ ലിസ്റ്റ്. അപ്പൊ ആ ചോദ്യം തുടങ്ങിയതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം വെച്ച് തുടങ്ങണം, am I ഓൺ ദ ലിസ്റ്റ്. മൈ നെയിം ആണ് സബ്ജക്റ്റ് എങ്കിൽ ഇസ് വെച്ച് തുടങ്ങി, ഇസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ് എന്ന് വന്നത് അങ്ങനെയാണേ. ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ വരും? എന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ? വാസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ്, വാസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ്, അല്ലെങ്കിൽ വാസ് ഐ ഓൺ ദ ലിസ്റ്റ് എന്നും വരും. അപ്പൊ പാസ്റ്റ് ടെൻസ് വരുമ്പോ മൈ നെയിം ആണെങ്കിലും ഐ ആണെങ്കിലും വാസ് വെച്ച് തന്നെ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് അത് പിടികിട്ടിയോ? വാസ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ്, അതുപോലെ തന്നെയാണ് വാസ് ഐ ഓൺ ദ ലിസ്റ്റ്. ഇനി ഇതെങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചോദിക്കും? എന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? വാസിന്റ് മൈ നെയിം ഓൺ ദ ലിസ്റ്റ്, അല്ലെങ്കിൽ വാസിന്റ് ഐ ഓൺ ദ ലിസ്റ്റ്. മനസ്സിലായോ ഇപ്പോ? അപ്പൊ മുൻപ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആം ഐ എന്ന് പറയുന്നതിന് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ആൻറ്റ് ആണ് വരിക. ആൻറ്റ് ഐ എന്ന് പറഞ്ഞാണ് തുടങ്ങുക. പക്ഷെ വാസ് ഐ എന്ന് പറയുന്നതിന് നെഗറ്റീവ് വാസിന്റ് ഐ ആണ്. ഇനി നമ്മൾ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ പോവാട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഉറക്കത്തിൽ ഞാൻ കൂർക്കം വലിക്കാറുണ്ടോ എന്ന്. കാരണം ഉറങ്ങുമ്പോൾ നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയില്ലല്ലോ, അത് കൂടെ കിടക്കുന്നവരല്ലേ അറിയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ചോദിക്കുന്നത്, ഉറങ്ങുമ്പോൾ ഞാൻ കൂർക്കം വലിക്കാറുണ്ടോ, അതായത് പതിവായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ എന്നല്ലേ ചോദിക്കുന്നേ. അവിടെ ചോദ്യം എങ്ങനെ തുടങ്ങും? ഡു വെച്ച് തുടങ്ങണം. കാരണം ഐ ആണല്ലോ വരുന്നത്. അപ്പൊ ഡു ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്. ഉറക്കത്തിൽ, അതാണ് ഇൻ മൈ സ്ലീപ്പ് എന്ന് പറഞ്ഞത്. ഡു ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്. കൂർക്കം വലിക്കുന്നതിനാണ് നമ്മൾ സ്നോർ എന്ന് പറയുന്നത്. ഡു ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി അത് ഇട്ട് നോക്കിയാൽ നമ്മൾ എന്ത് ചോദിക്കും? ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. അവിടെ എങ്ങനെ ചോദിക്കും? ഡു ഐ ലുക്ക് ഗുഡ് ഇൻ ദിസ് ഡ്രസ്. ഡു ഐ ലുക്ക് ഗുഡ്, കണ്ടിട്ട് കൊള്ളാമോന്ന്. ഡു ഐ ലുക്ക് ഗുഡ് ഇൻ ദിസ് ഡ്രസ്. ഈ ഡ്രസ്സിന് പകരം നമുക്ക് ഔട്ട്ഫിറ്റ് എന്ന് പറയാം കേട്ടോ. ഡു ഐ ലുക്ക് ഗുഡ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ് എന്നും ചോദിക്കാം. അതുപോലെ നമ്മളൊരു കാര്യം ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ, നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ, പറഞ്ഞത് പിടികിട്ടിയോ, ക്ലിയർ ആയോ എന്നൊരു അർത്ഥം കിട്ടാൻ നമ്മൾ ഇങ്ങനെ ചോദിച്ചേക്കാം, ഡു ഐ മേക്ക് സെൻസ്
എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോന്ന്. ഡു ഐ മേക്ക് സെൻസ് എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ, അപ്പൊ ഒരേ അർത്ഥം തന്നെയാണ്, അത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഡസ് ദാറ്റ് മേക്ക് സെൻസ്? അതായത് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞത് ക്ലിയർ ആയോന്ന്. ഡസ് ദാറ്റ് മേക്ക് സെൻസ്? അപ്പോ ഡു ഐ മേക്ക് സെൻസ്? ഐ ആയതുകൊണ്ട് ഡു വന്നു. നേരെ മറിച്ച് ദാറ്റ് എന്നത് സബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോ അത് സിംഗുലർ ആണല്ലോ, പറഞ്ഞ കാര്യം ദാറ്റ്. ഡസ് ദാറ്റ് മേക്ക് സെൻസ്? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഈ ചോദ്യങ്ങൾ തുടങ്ങുന്നതിന്റെ ആ ഒരു ഗുട്ടൻസ് പഠിച്ചെടുക്കുന്നത്. ഐ വരുമ്പോ, അതായത് സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അവിടെ ഡു ആണ് നമ്മൾ ചേർക്കുന്നത്. ഡു ഐ മേക്ക് സെൻസ്. നേരെ മറിച്ച് സിംഗുലർ ആയിട്ടുള്ള വേറൊരു കാര്യം ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഒക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഡസ് എന്ന് പറഞ്ഞ് ആ ചോദ്യം തുടങ്ങണം. അതുപോലെ നമ്മൾ ചോദിക്കാറുള്ളൊരു രീതിയാണ്, ഞാൻ നേരത്തെ വരേണ്ടതുണ്ടോ? അതായത് നേരത്തെ വരണം എന്നുള്ളത് നിർബന്ധമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ചോദിക്കുക, ഡു ഐ ഹാവ് ടു കം ഏർലി? ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധമാണോ, മസ്റ്റ് ആണോ വരണം എന്ന്? അപ്പൊ എനിക്കല്ല പോണമെന്ന് നിർബന്ധം, പറയുന്ന ആൾക്കാണല്ലോ നിർബന്ധം ഞാൻ പോണമെന്ന്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് മസ്റ്റ് ആയി എന്ന് പറഞ്ഞ് ചോദിക്കാമായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഡു ഐ ആയതുകൊണ്ട് ഡു ഐ ഹാവ് ടു? ഡു ഐ ഹാവ് ടു കം ഏർലി? ഞാൻ ഇവിടെ ഒപ്പിടേണ്ടതുണ്ടോ? പലപ്പോഴും നമ്മൾ ഒരു ബാങ്കിലോ എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും സൈൻ ചെയ്യേണ്ടി വന്നാൽ ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഇവിടെ സൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഡു ഐ ഹാവ് ടു സൈൻ ഹിയർ? അപ്പൊ സൈൻ ചെയ്യണമെങ്കിൽ അത് നിർബന്ധമാണല്ലോ, ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഡു ഐ ഹാവ് ടു സൈൻ ഹിയർ എന്ന്. തൊട്ട് മുൻപ് നമ്മൾ കണ്ടൊരു ചോദ്യമില്ലേ, ഞാൻ ഉറക്കത്തില് കൂർക്കം വലിക്കാറുണ്ടോ എന്നുള്ളത് എങ്ങനെയാ ചോദിച്ചേ? ഡു ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്. ഇനി ഇന്നലെ രാത്രിയിലത്തെ കാര്യം ഞാൻ ചോദിക്കുകയാണ്, തലേ രാത്രി ഞാൻ ഉറക്കത്തിൽ കൂർക്കം വലിച്ചോ? അപ്പൊ പാസ്റ്റില് ഒരു ദിവസത്തെ, തൊട്ട് തലേ ദിവസത്തെ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്, കൃത്യമായിട്ടൊരു ദിവസത്തെ കാര്യം അല്ലെ. അവിടെ നമ്മൾ എന്ത് ചോദിക്കും? ഡിഡ് ഐ. ഡു ഐ മാറി ഡിഡ് വരും. ഡിഡ് ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്? ഞാൻ ഉറക്കത്തിൽ കൂർക്കം വലിച്ചോ? ഡിഡ് ഐ സ്നോർ ഇൻ മൈ സ്ലീപ്പ്? അപ്പൊ ഡു ആണ് പ്രസന്റ് ടെൻസിന് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഡു മാറി ഡിഡ് എന്ന് വരും. അതാണ് വ്യത്യാസം. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? പറയാറുണ്ടോ എന്നല്ല ചോദിച്ചേ, പറഞ്ഞോ, പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് ഐ സേ സംതിങ് റോങ്? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഡിഡ് ഐ സേ, ഡു ഐ സേ അല്ല, ഡിഡ് ഐ സേ സംതിങ് റോങ്? അപ്പൊ ഇവിടെ ഡിഡ് ഐ ടെൽ എന്ന് പറയരുത് കേട്ടോ. അത് ആവർത്തിച്ച് ഞാൻ ഇങ്ങനെ പല ക്ലാസ്സസിലും പറയുന്നതിന് കാരണം അത് പലരും റിപ്പീറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, വീണ്ടും വീണ്ടും വരുത്തുന്നൊരു തെറ്റാണത്. കാരണം ആരോടെന്ന് ഞാൻ പറയുന്നില്ല അല്ലെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് സേ പറയാം. നിങ്ങളോടൊന്ന് പറയണമായിരുന്നെങ്കിൽ ടെൽ യു എന്ന് പറയണമായിരുന്നു. ഞാൻ തെറ്റ് വരുത്തിയോ? ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? തെറ്റ് വരുത്തുക, അതിനാണ് നമ്മൾ ടു മേക്ക് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ ഒരു തെറ്റെന്ന് എടുത്ത് പറയുന്നില്ലെങ്കിലും നമ്മളിവിടെ എ മിസ്റ്റേക്ക് എന്ന് പറയണം. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയോ എന്നാണെങ്കിൽ ഡിഡ് ഐ മേക്ക് എനി മിസ്റ്റേക്ക് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ എനി മിസ്റ്റേക്ക് വന്നാൽ മതി, അല്ലെങ്കിലാണ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തോ? ഡിഡ് ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ്? ഡിഡ് ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ്? അപ്പോ പല ലൈറ്റുകളുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് ലൈറ്റ്സ് എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രത്യേക ലൈറ്റിനെ കുറിച്ചാണെങ്കിൽ ആ എസ് ഇല്ലാതെ പറയാമായിരുന്നു, ഡിഡ് ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്ന് ചോദിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്താ പറയുന്നതെന്ന് കേട്ടോ. ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ്സ് മാറി വരും. നമ്മളൊരാളെ ഫോൺ ചെയ്യുമ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ നമുക്ക് തോന്നിയിരിക്കട്ടെ, അപ്പൊ നമ്മൾ ചോദിക്കില്ലേ, അയ്യോ ഞാൻ നിന്നെ ഉണർത്തിയോ? ഈ ഫോൺ വന്നതുകൊണ്ടാണോ ഉണർന്നത്? ഞാൻ നിന്നെ ഉണർത്തിയോ? എന്ത് ചോദിക്കും? ഡിഡ് ഐ വേക്ക് യു അപ്പ്? ഡിഡ് ഐ വേക്ക് യു അപ്പ്? അപ്പൊ ഉണർത്തിയോ, പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ടാണ് ഈ ഡിഡ് വരുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഈ ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ ഐ വരുമ്പോ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ ഡിഡ്. അത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓർക്കേണ്ടത്, ഐക്ക് മാത്രമല്ല, ഹി, ഷീ, വി, ദേ, ഏത് വന്നാലും ഡിഡ് തന്നെയാണ് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരിക. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, ഞാനിപ്പോ എന്താണ് പറഞ്ഞത്? ഞാനിത് ഇവിടെ അച്ചടി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ പല മൂവീസിലും നമ്മളിത് കേട്ട് ചിരിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഞാനിപ്പോ എന്താ പറഞ്ഞേ എന്ന് കേൾക്കില്ലേ? അവിടെ എന്താ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഡിഡ് ഐ സേ ജസ്റ്റ് നൗ? വാട്ട് ഡിഡ് ഐ സേ ജസ്റ്റ് നൗ? ഞാൻ ഇപ്പോ എന്താ പറഞ്ഞത്? പാസ്റ്റ് ടെൻസ് ആണ്. വാട്ട് ഡിഡ് ഐ സേ ജസ്റ്റ് നൗ? ഞാൻ എന്റെ ഫോൺ എവിടെയാ വെച്ചത്? വേർ ഡിഡ് ഐ പുട്ട് മൈ ഫോൺ? വേർ ഡിഡ് ഐ പുട്ട് മൈ ഫോൺ? അപ്പൊ ഈ ചോദ്യങ്ങളിലൊക്കെ എന്താ വ്യത്യാസം എന്ന് മനസ്സിലായോ?
ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് കൂടെ ആദ്യം വന്നിട്ടുണ്ട്. എവിടെയാണ് ഫോൺ വെച്ചത്? വേർ ചോദിച്ചു. വേ ഡിഡ് ഐ പുട്ട് മൈ ഫോൺ? മുൻപ് വാട്ട് ആയിരുന്നു നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ അത് മാറി മാറി വരുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ബാക്കി പാറ്റേൺ സെയിം ആണ്. വേ ഡിഡ് ഐ പുട്ട് മൈ ഫോൺ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ? ഡിഡ് ഐ ഡു സംതിങ് ടു അപ്സെറ്റ് യു? ഡിഡ് ഐ ഡു, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നാണ് ചോദ്യം. അപ്പോ ഡിഡ് ഐ ഡു, ആദ്യത്തെ ഡിഡ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ്. അത് കഴിഞ്ഞ് ചെയ്തോ എന്നുള്ളതാണ് അവിടുത്തെ റിയൽ വേർബ്, അതാണ് ഡു വന്നത്. ഡിഡ് ഐ ഡു സംതിങ് ടു അപ്സെറ്റ് യു? വിഷമിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ? നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? അപ്പൊ അവിടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ടോ? WH വേർഡ് വരണം അല്ലെ? അവിടെ എന്താ ചോദിക്കുക? വാട്ട് വെച്ച് തുടങ്ങണം. വാട്ട് ഡിഡ് ഐ ഡു ടു ഹേർട്ട് യു? വാട്ട് ഡിഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ഐ ഡു ടു ഹേർട്ട് യു? വേദനിപ്പിക്കാൻ. വാട്ട് ഡിഡ് ഐ ഡു ടു ഹേർട്ട് യു? ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാട്ടോ. ചോദിക്കുന്ന ഇതാണേ, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആ ഒരു പാറ്റേൺ മാറിയത് കണ്ടല്ലോ. ഈ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിന് നമുക്ക് ബോദർ എന്നുള്ള വേർബ് യൂസ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുന്നതെന്ന് അറിയാമോ? ഹാവ് ഐ എവർ bothered you? Have I ever bothered you? അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഹാവ് വരണം. ഹാവ് ഐ എന്നിട്ട് എപ്പോഴെങ്കിലും എന്നുള്ളതിനാണ് എവർ വന്നത്. ഹാവ് ഐ എവർ ബോതേർഡ് യു? ശല്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് എന്ന് പറയാമായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ബോദർ എന്നല്ല ബോതേർഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പാറ്റേണിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, ഈ ഹാവ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ ആ വേർബിന്റെ മൂന്നാമത്തെ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ബോദർ എന്ന് പറയുന്ന വേർബിന്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബോതേർഡ് ആണ്. രണ്ടാമത്തെ ഫോമും ബോതേർഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ ആ മൂന്നാമത്തെ ഫോം ആണ് ഓർത്ത് വെച്ചാൽ മതി, അതാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഈ ബോതേർഡ് വന്നത്. ഹാവ് ഐ എവർ ബോതേർഡ് യു? ഇനി ഈ ബോദർ ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാന്നാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, ആ അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് എനോയ് എന്നുള്ളൊരു വാക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ ചോദ്യം ഇങ്ങനെ ആകുമായിരുന്നു, ഹാവ് ഐ എവർ എനോയ്ഡ് യു? അങ്ങനെ വരാം. ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആയി വന്നിട്ടുണ്ടോ? അപ്പൊ വരിക എന്നുള്ളതാണ് വേർബ് അല്ലെ? കം ആണ് വേർബ്. അവിടെ എങ്ങനെയാ ചോദിക്കുക? ഹാവ് വെച്ച് തുടങ്ങട്ടെ. വന്നിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചേ? ഹാവ് ഐ എവർ കം ലേറ്റ്? അപ്പൊ നിങ്ങളിപ്പോ ഓർക്കും ഹാവ് കഴിഞ്ഞാൽ വേർബിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണ്ടേന്ന്. മൂന്നാമത്തെ ഫോം ആണ് യൂസ് ചെയ്തത്. കം എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് വേർബ് 3 ഫോം കം തന്നെയാണ്. കം, കെയിം, കം. നമ്മൾ ഇതിനു മുമ്പ് എത്രയോ ക്ലാസ്സസിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോ ഹാവ് ഐ എവർ കം ലേറ്റ് എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ലേറ്റ് ആയി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്, ഹാവ് ഐ എവർ കം ലേറ്റ്. ചോദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടോ, അവിടെ ആവുക എന്നുള്ളതാണ് വേർബ്. അതിന് നമ്മൾ ബി എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം. അത് ബീനാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഹാവ് ഐ എവർ ബീൻ ലേറ്റ്? മനസ്സിലായോ? ഒരേ കാര്യമാണ് ചോദിക്കുന്നത്, രണ്ട് രീതിയിൽ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആയി വന്നിട്ടുണ്ടോ? ഹാവ് ഐ എവർ കം ലേറ്റ്. ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടോ? ഹാവ് ഐ എവർ ബീൻ ലേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോംഡ് ആയതെന്ന് മനസ്സിലായല്ലോ. ബീനും കമ്മും എന്തുകൊണ്ട് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഈ ഒരു കാര്യം മനസ്സിലായാൽ ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഞാൻ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ബിലോങ്ങിങ്സ് എന്തെങ്കിലും അവിടെ മറന്നു വെച്ചോ എന്നാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പോൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാവ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങും. എങ്ങനെ ചോദിക്കുക? ഹാവ് ഐ ലെഫ്റ്റ് എനിത്തിങ് ബിഹൈൻഡ്? ഹാവ് ഐ ലെഫ്റ്റ് എനിത്തിങ് ബിഹൈൻഡ്, അതായത് എന്തെങ്കിലും അവിടെ മറന്നു വെക്കുക എന്നുള്ളതിനാണ് നമ്മൾ ടു ലീവ് സംതിങ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. അവിടെ ലീവ് ആണ് ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോ. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് ലെഫ്റ്റ്. ഹാവ് ഐ ലെഫ്റ്റ് എനിത്തിങ് ബിഹൈൻഡ്? അടുത്ത ചോദ്യം നോക്കൂ. ഞാൻ എപ്പോഴും നിന്നെ സഹായിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ ചോദ്യം കേട്ടോ, സഹായിച്ചിട്ടില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഹാവിൻറ്റ് വെച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങുക. എന്ത് ചോദിക്കും? ഹാവിൻറ്റ് ഐ ഓൾവേസ് ഹെൽപ്ഡ് യു? ഹാവിൻറ്റ് ഐ ഓൾവേസ് ഹെൽപ്ഡ് യു? ഹെൽപ്പിന്റെ മൂന്നാമത്തെ ഫോമാണ് ഹെൽപ്ഡ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹാവ് ഐന് പകരം ഹാവിൻറ്റ് ഐ. ഹാവിൻറ്റ് ഐ ഓൾവേസ് ഹെൽപ്ഡ് യു? എന്റെ സാധനങ്ങൾ തുടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ.
എന്റെ സാധനങ്ങൾ തൊടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ആ ഭാഗം ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹാവിൻറ്റ് ഐ ടോൾഡ് യു? അപ്പൊ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോൾഡ് യു വന്നത്. ടോൾഡ്. ഹാവിൻറ്റ് ഐ ടോൾഡ് യു എന്ത്? എന്റെ സാധനങ്ങൾ തൊടരുതെന്ന്. നോട്ട് ടു ടച്ച് മൈ തിങ്സ്. അങ്ങനെയാണ് അത് പറയുന്നത്. തൊടരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നല്ലേ? നോട്ട് ടു ടച്ച് മൈ തിങ്സ്. ഹാവിൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു ടച്ച് മൈ തിങ്സ്. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയേണ്ടി വരാറുള്ളതാണ്. ഇതാണ് രീതി. ഹാവിൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു ടച്ച് മൈ തിങ്സ്. വൈകി വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇതെങ്ങനെ ചോദിക്കും? ഹാവിൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു കം ലേറ്റ്. ഹാവിൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു കം ലേറ്റ്. അപ്പൊ ഇതേ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ, ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഹാവ് ഐ സെഡ്? വാട്ട് ഹാവ് ഐ സെഡ്? അവിടെ യു ഒന്നുമില്ല, അതുകൊണ്ട് സെഡ് പറയാം. ഇവിടെ വാട്ട് ഹാവ് ഐ ടോൾഡ് പറയരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാട്ട് ഹാവ് ഐ സെഡ്? എവിടെയാണ് എനിക്ക് തെറ്റിയത്? എവിടെയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അവിടെ എന്താ പറയാ? വേ ഹാവ് ഐ ഗോൺ റോങ്? വേ ഹാവ് ഐ ഗോൺ റോങ്? അപ്പൊ ഇതും ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ആദ്യം വന്നിരിക്കുന്നത് WH വേർഡ് ആണ്, കണ്ടില്ലേ? വേർ. വേ ഹാവ് ഐ കഴിഞ്ഞിട്ട് ഹാവ് വന്നതുകൊണ്ട് ഹാവ് ഐ കഴിഞ്ഞിട്ട് ഗോൺ റോങ്. ഗോവിന്റെ മൂന്നാമത്തെ ഫോമാണ് ഗോൺ. വേ ഹാവ് ഐ ഗോൺ റോങ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആം ഐ, അതുപോലെ ആൻറ്റ് ഐ, വാസ് ഐ, ഡു ഐ, ഡിഡ് ഐ, ഹാവ് ഐ. ഇതെല്ലാം വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് പലത് നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ അതിനെ ബേസ് ചെയ്താണ് 4 ക്വസ്റ്റ്യൻസ് ഇന്ന് വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇന്ന് തന്നെ ഇത് തീർക്കേണ്ടതുണ്ടോ? അതായത് ഇത് തീർക്കണം എന്ന് നിർബന്ധമാണോ എന്നാണ് ചോദിക്കുന്നത്. നിർബന്ധമാണെന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത്, ഞാൻ നിങ്ങളുടെ ടീച്ചർ അല്ലേ? ഞാൻ നിങ്ങളുടെ ടീച്ചർ അല്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഐയുടെ കൂടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തത്, ഞാൻ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്? അതായത് ഞാൻ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്? അപ്പോൾ വെയിറ്റ് എന്നുള്ള വേർബ് യൂസ് ചെയ്താൽ മതി. ഇത് സപ്പോസ് ടു ഉപയോഗിച്ച് വരേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അത് ആലോചിച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷണം പാഴാക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം പാഴാക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഫോം ചെയ്യൂ. എന്നിട്ട് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുമെന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. തിരക്കാണെന്ന് എനിക്കറിയാം, എന്നാലും തിരക്ക് മാറുമ്പോൾ ഇത് വീണ്ടും കാണൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഓണം എല്ലാവർക്കും വീണ്ടും ആശംസിക്കുന്നു. കുടുംബത്തോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.